ഹായ്, അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ 2019 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ജോക്കർ എന്ന് പറയുന്ന സിനിമയുടെ സീക്വൽ ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് അക്ഷമയോടെ കാത്തിരുന്ന ഒരു ചിത്രം എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം 2019 പുറത്തിറങ്ങിയ ആ ഒരു സിനിമ എത്രത്തോളം ഒരു ഓളം സൃഷ്ടിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിലെ നായിക കഥാപാത്രമാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറി ആകട്ടെ എല്ലാം തന്നെ ഒരു തീ സാധനം എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും അങ്ങനെ അക്ഷമയോടെ കാത്തിരുന്ന ഇത് സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് പാർട്ടിൻ്റെ പേര് എന്നുള്ളത് ജോക്കർ ഫോളി ഡിയോക്സ് എന്നുള്ളതാണ്. എന്തായാലും ചിത്രം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ നായകനായിട്ടുള്ള ജോക്കർ അഥവാ ആർതർ ഫ്ലെക്ക് ഇപ്പോൾ നിലവിൽ ജയിലിലാണുള്ളത്. അദ്ദേഹം ചെയ്ത ആ ഒരു കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അദ്ദേഹത്തിൻ്റെ ജയിൽ കാഴ്ചയും അല്ലെങ്കിൽ ജയിൽ ജീവിതവും തുടർന്നുണ്ടാകുന്ന വിചാരണകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു വൺലൈൻ പ്രമേയം എന്ന് പറയാൻ സാധിക്കും. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയാൻ തോന്നുന്നത് ഇതൊരു മ്യൂസിക്കൽ ഗുണ്ട് ആണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാം, ആദ്യത്തെ പാർട്ട് എന്നുള്ളത് സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ള ലേബലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ്. എന്നാൽ രണ്ടാം പാർട്ട് സംവിധായകൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മ്യൂസിക്കൽ പ്ലസ് സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ളൊരു ലേബലാണ്. അപ്പോൾ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ള ഒരു സ്റ്റോറി അദ്ദേഹം മെനഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് തന്നെ തോന്നിക്കാണും ഈ കഥ കൊണ്ട് വലിയ രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മ്യൂസിക് കൂടി തിരിയേക്കാം എന്നൊക്കെ വിചാരിച്ച് മനഃപൂർവ്വം കുത്തിക്കയറ്റിയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്നുള്ളത് സിനിമ തുടങ്ങി ആദ്യ മിനിറ്റുകൾ തൊട്ട് തന്നെ സിനിമയുടെ ആ ഒരു മ്യൂസിക്കൽ പരിപാടികൾ ആരംഭിക്കുകയാണ്. അതിങ്ങനെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ നല്ല രസമായിട്ട് തോന്നി, കാരണം നമ്മുടെ നായകൻ കൂടി എത്തുന്നു. പിന്നെ പ്രകടനങ്ങളും മ്യൂസിക്കും ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. പയ്യെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും പതിയെ അത് ഇറിറ്റേഷനായി, പിന്നെ കല്ലുകടിയായി, പിന്നെ അൺസഹിക്കബിളായി. ഒരു ഘട്ടത്തിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പ്രധാനമായിട്ട് ഈ ഗാനങ്ങൾ എത്തുന്നത് നായികയെ കാണിക്കുന്ന സിറ്റുവേഷൻസിലൊക്കെയാണ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. ഒരു ഘട്ടത്തിൽ നായികയെ സ്ക്രീനിലേക്ക് കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നായികട്ടണം കൊടുക്കാൻ വേണ്ടി എനിക്ക് തോന്നും. അമ്മാതിരി വെറുപ്പിക്കൽ അവസ്ഥ എന്നുള്ളതായിരുന്നു മ്യൂസിക്കൽ വർക്കിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞു വന്നത് ഇതിന് കാര്യമായിട്ട് കഥയോ തിരക്കഥയോ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സിനിമയുടെ കഥ മൊത്തത്തിൽ ജയിലിലെ കുറച്ച് കാഴ്ച കാണിക്കും, പിന്നെ വിചാരണ, ജയിലിലെ കാഴ്ച, വിചാരണ, അല്ലാതെ യാതൊരു വിധത്തിലും ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു സംഭവവും കഥക്കുള്ളിൽ ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യത്തെ ഒരു നെഗറ്റീവ് എന്നുള്ളത്. പിന്നെ ആകെ കൂടി ഒരു സിനിമ അത്യാവശ്യം സംതൃപ്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ട് പറയേണ്ടത് നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ജോക്കിൻ ഫിനിക്സിൻ്റെ ആ ഒരു പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ജോക്കർ ക്യാരക്ടർ അല്ലെങ്കിൽ ഓർത്തർ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ അദ്ദേഹം അങ്ങേയറ്റം മാസ്മരികമാക്കി മാറ്റിയിട്ടുണ്ട്. അതായിരുന്നു ശരിക്കും പറഞ്ഞ ഈ ഒരു സിനിമ ഒരു 2 മണിക്കൂർ അല്ല 2.5 മണിക്കൂർ പിടിച്ചിരുത്തിയതിനുള്ള പ്രധാന കാരണം. ആ ഒരു പ്രകടനത്തിന് തീർച്ചയായിട്ടും ഒരു ക്ലാപ്പ് കൂടെ കൊടുക്കണം. ആ ഒരു പ്രകടനം പിന്നെ മേക്കിംഗ് വേസിൽ നോക്കിക്കഴിഞ്ഞാലും ചിത്രം അത്യാവശ്യം ടെക്നിക്കലിയും ബ്രില്യൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. എസ്പെഷ്യലി സിനിമാറ്റോഗ്രഫി കാഴ്ചയാകട്ടെ അല്ലെങ്കിൽ ചിത്രത്തിൻ്റെ ആ ഒരു എഫക്ട്സ് വർക്കുകളൊക്കെ ആകട്ടെ, എഡിറ്റിംഗ് വർക്കാകട്ടെ, അതൊക്കെ ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഒരു വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും അതിപ്പോൾ BMW ഓഡിയോ എന്തും ആയിക്കോട്ടെ, അതിനുള്ളിൽ എഞ്ചിൻ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ആ ഒരു വണ്ടിയെ പറ്റി നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ വാഴ്ത്തി പൂഴ്ത്തിയിട്ടൊന്നും കാര്യമില്ല. അത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത്. പിന്നെ ഇതിനുള്ളിൽ കുറേ കഥാപാത്രങ്ങളൊക്കെ എത്തുന്നുണ്ട്, മികച്ച പ്രകടനങ്ങളൊക്കെ തന്നെയാണ്. നായികയും പ്രകടനങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇതൊന്നും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല സിനിമയ്ക്കുള്ളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക് എന്നുള്ളൊരു കാര്യം സത്യം പറയാമല്ലോ, ഒരു ഘട്ടത്തിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കം വരാൻ തുടങ്ങി. ഇത് ഇങ്ങനെ തന്നെ പിന്നെ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഉറക്കൊക്കെ ഇടയ്ക്ക് വരാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയാൻ സാധിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹീറോയുടെ പ്രകടനം എന്നുള്ള ഒരു കാരണം കൊണ്ടും മേക്കിംഗ് കൊള്ളാമെന്നുള്ളത് കൊണ്ടും തന്നെ ഒരു തരക്കേടില്ലാത്തൊരു എക്സ്പീരിയൻസ് നൽകിയെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു, നല്ല ഒരു എക്സ്പെക്റ്റേഷൻ, അതായത് ജോക്കർ എന്ന് പറയുന്ന സിനിമയുടെ അടുത്തോ അല്ലെങ്കിൽ അതിനോടൊത്തോ അതിന് മേളിലോ പോകുന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു സിനിമയാണ്. അത്രയും പ്രതീക്ഷിച്ചു പോയാണ്. പക്ഷേ അതിൻ്റെ ഒന്നും വാല കെട്ടാനൊന്നും ഇല്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ആ ഒരു പ്രകടനത്തിനും ആ ഒരു മേക്കിങ്ങിനും ഒക്കെ വേണ്ടി മാക്സിമം ഒരു 6 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10ൽ 6. എന്തായാലും പാട്ട് പാടി അല്ലെങ്കിൽ പാട്ട് കേട്ട് ഉറങ്ങാൻ വേണ്ടി നേരെ തിയേറ്ററിലേക്ക് പോവുക. നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷിട്ടാണ്. ടാറ്റ.